നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച ചെറിയ ചരിത്രത്തിന്റെ ബാക്കി ശ്ലോകങ്ങളിലേക്ക് കടക്കാം. മമബേദ മതി സീതാമച്ചി പുത്രി വിയോഗ വ്യസന ജലധി മധ്യേ കൊണ്ടുപോയി വെച്ചുകൊണ്ട് തെളുതെള വിലസിച്ച ചന്ദ്രനാം ചന്ദ്രഹാസം കുസുമ ശരദശാസ്യ കൊൽവനെന്റെ ഭ്യൂപൈതി. അതായത് ഇവിടെ ഒരു പുരാണ കഥയുമായിട്ട് ഈ ഒരു ഭാഗത്തെ ബന്ധിപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. പണ്ട് എല്ലാവർക്കും അറിയാവുന്ന രാമായണ കഥയാണ്. സീതാദേവിയെ ലങ്കയിലേക്ക് രാവണൻ തട്ടിക്കൊണ്ടുപോയി ശിംശുഭ വൃക്ഷ ചുവട്ടിൽ വെച്ചിരിക്കുന്ന ഒരു കഥയുണ്ട്. അത് സമുദ്രമധ്യയാണ് ലങ്ക സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്കെല്ലാം അറിയാവുന്ന കഥയാണ്. ആ ഒരു കഥയെ ഇവിടെ ചേർത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉദാത്തം അലങ്കാരമായിട്ട് പറഞ്ഞു. കാമുകന്റെ ബുദ്ധിയെയാണ് ഇവിടെ സീതയായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. രാവണൻ എന്ന് പറയുന്നത് സീതാദേവിയുടെ മനസ്സിളക്കാൻ വേണ്ടി വരികയാണ്. അപ്പോ ആ ഒരു മനസ്സിളക്കുന്ന അത്ര ശക്തിമാനായുള്ള രാവണൻ അതേപോലെയാണ് ഇപ്പൊ കാമദേവൻ പ്രവർത്തിക്കുന്നത്, അല്ലെ? ഇവിടെ ആ കഥയുമായിട്ട് പൊരുത്തപ്പെടുത്തി പറയുകയാണ്. അച്ചി സുതയുടെ വിയോഗത്തിൽ എന്റെ ബുദ്ധിയാകുന്ന സീതയെ സങ്കടമാകുന്ന കടലിന്റെ മധ്യയെ കൊണ്ടുപോയി വെച്ചുകൊണ്ട് കാമദേവനാകുന്ന രാവണൻ എന്ത് ചെയ്യുന്നു? നല്ലവണ്ണം വിലസുന്ന ചന്ദ്രനാകുന്ന ചന്ദ്രഹാസം കൊണ്ട്, രാവണന്റെ കയ്യിലുള്ള ആയുധമാണ് ചന്ദ്രഹാസം, ഈ ചന്ദ്രഹാസം കൊണ്ട് എന്നെ കൊല്ലുവാൻ അടുക്കുന്നു. രാവണനാൽ ഭീഷണിപ്പെടുത്തി ദുഃഖിതയായിരിക്കുന്ന സീതാദേവിയുണ്ട്. ആ സീതാദേവിയോടെയാണ് നായകൻ തന്റെ ബുദ്ധി ഉപയോഗിക്കുന്നത്. പ്രിയ സഖ ചെറിയ കാന്തി രാജ്യാധിപത്യേ മനസ്സിജൻ അഭിഷേക്തും നൂനമാഡംബരേണ ശശിശകല സനാഥേ ശാരദ വ്യോമ നീലത്തറ നടുവിലിടിന്റെ തരകാമുത്തുപന്തൽ. തോഴോട് പറയാണ്, അവിടെ ചെറിയച്ചിയുടെ സൗന്ദര്യത്തിന്റെ രാജ്യത്തിന്റെ സൗന്ദര്യ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് കാമദേവനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ആഡംബരത്തോടുകൂടി അവിടെ നക്ഷത്രങ്ങളാകുന്ന മുത്തുപന്തലിനെ ശരത്കാല ആകാശത്തറയിൽ എന്ത് ചെയ്യുന്നു? പന്തലിടുകയാണ് വളരെ ആഡംബരത്തോടു കൂടി എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകം. തൊഴുതിക വിടകൊള്ളുവാൻ തൻകരം കൂപ്പി നിൽക്കിന്റെ ഹിമകിരനെ നോക്കി താമര പൊയ്ക പിന്നെ മധുകര മറുമാറ്റം വാതുറന്നൊരു മിണ്ടിയിൽ അപഗത രുചിരസ്മാനച്ചിതൻ നന്ദിനീവാം. അങ്ങനെ തൊഴുത് വിടവാങ്ങുവാൻ നിൽക്കുന്ന സൂര്യദേവൻ തൻ കരം കുപ്പി നിൽക്കുന്നത് കണ്ടിട്ട് താമര പൊയ്ക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. തന്റെ പ്രിയതമനായ സൂര്യൻ മടങ്ങുവാൻ പോവുകയാണ്. ആ ദുഃഖം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ താമരയ്ക്ക് എന്തൊക്കെയോ പറയണം എന്നുണ്ട്. പക്ഷെ പറയാൻ സാധിക്കാതെ ആ ദുഃഖം താങ്ങാനാവാതെ മൗനിയായിട്ട് നിൽക്കുന്നത് പോലെയാണ് താൻ ചെറിയച്ചിയോട് യാത്ര ചോദിക്കുന്ന സമയത്ത് ചെറിയച്ചിയും ഒന്നും മിണ്ടാനാവാതെ വിഷാദത്തോട് കൂടി നിൽക്കുന്നത് എന്ന് ഇവിടെ നായകൻ ചിന്തിക്കുകയാണ്. മദന വിജയകീർത്തി മൽകൃതേ പാടുവാനൻ ഡഹിമ കിരണചന്ദ്രവു താളമാറുകൊണ്ട് അതിൽ ലളിതമവറ്റാൽ ഒന്നുയർത്തൊന്നു താഴ്ത്തിയിട്ടകമിവ ചെറിയച്ചി നൂനമേഷ പ്രദോഷ. മദന വിജയകീർത്തിയാണ്. മദനൻ ജയിച്ചതിലുള്ള കീർത്തി ആഘോഷിക്കുകയാണ്. അതായത് മദനൻ ആരെ തോൽപ്പിക്കുന്നു? കാമുകനെ. അത് കാമദേവൻ നായകനെ തോൽപ്പിക്കാന്ന് വെച്ചാൽ കാമദേവന്റെ ലക്ഷ്യം കാമം നിറയ്ക്കാന്നാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാമം ഉദ്ദീപ്തമാക്കി ആര് ജയിച്ചു? കാമദേവൻ ജയിച്ചു. ആ വിജയത്തില് ആഘോഷിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുമാറ് പ്രകൃതി തന്നെ താളങ്ങൾ ഒരുക്കുകയാണ്, സംഗീതം ഒരുക്കുകയാണ്. അതാണ് ചന്ദ്രനെ ഉയർത്തുന്നതും സൂര്യനെ താഴ്ത്തുന്നതും ഒരു ഇലത്താളത്തിന്റെ ഒരു സംഗീത ഉപകരണമായിട്ട് അവിടെ ചിത്രീകരിക്കുകയാണ്. അണയും അപരസന്ധ്യാരാഗമേ പൂച്ചു കണ്ടാൽ ധ്രുവം അഭിനവകാന്താരോഹിണി ചീറുമെന്റെ അപനയതി നിലാവാകിന്റെ മേൽക്കൂറ വാങ്ങിയിട്ടകമിവ ചെറിയ ചീകൊവഭീരുഹു ശശാങ്ക. അണയും അപരസന്ധ്യാരാഗമേ പൂച്ചു കണ്ടാൽ, അണയുക എന്ന് വെച്ചാൽ ആശ്ലേഷിക്കുക എന്നാണ് ഇവിടെ. ആ സന്ധ്യാരാഗത്തിന്റെ ദേഹത്തെ ആ കുറിക്കൂട്ട് ചന്ദ്രൻ സന്ധ്യയെ ആശ്ലേഷിക്കുമ്പോൾ ദേഹത്ത് പടരുന്നു. അത് കണ്ടാൽ, തന്റെ ഭാര്യയായിട്ടുള്ള രോഹിണി കണ്ടാൽ എങ്ങനെയാണോ ദേഷ്യപ്പെടുന്നത്, അത് ഭയന്നിട്ട് നിലാവാകുന്ന വസ്ത്രം കൊണ്ട് അത് തുടച്ചു നീക്കുകയാണ്. രോഹിണി ചന്ദ്രന്റെ ഭാര്യയാണ്, എല്ലാവർക്കും അതറിയാമല്ലോ. അടുത്തത്. ഇരുളുമിള നിലാവും കാന്തമന്തിച്ചുവപ്പും വിരവിൽ വിലസതീതം വ്യോമ നിർവ്യാജരമ്യം കുരുളിവ കൂവളപ്പൂ മല്ലിക ചമ്പകാനാം ഇടവിരവിനമാലാകാരമച്ചി സുതായ. അതായത് ഇവിടെ ഇളനിലാവ്, മനോഹരമായ അന്തിച്ചുവപ്പ്, ഈ 3 സന്ദർഭങ്ങളിലെ നിറങ്ങളെ ചേർത്തിട്ട് പൂക്കളായി കൽപ്പിച്ച് അത് അച്ചിസുതയുടെ തലമുടിയെ അലങ്കരിക്കുന്നതായിട്ടാണ് നായകന് തോന്നുന്നത്. അതായത് ഇളനിലാവിനെ മുല്ലപ്പൂവായിട്ടാണ്,
ഇരുളിനെ കൂവളപ്പൂവായിട്ടാണ്, ആ അന്തിച്ചുവപ്പിനെ ചെമ്പകപ്പൂവായിട്ടാണ്. അവ മൂന്നും ഇടകലർത്തി കൊരുത്തിട്ട് ചെറിയച്ചിയുടെ മുടിയിൽ ആ മനോഹരമായ അളകാവലിയിൽ ചൂടിയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അത്ര മനോഹരമായിട്ടാണ് ഈ സന്ദർഭങ്ങളൊക്കെ. ആകാശത്തിങ്ങനെ ആ പ്രകൃതിയെ കണ്ടു കഴിഞ്ഞാൽ, ആ ഇരുളും ഇളനിലാവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തോന്നിക്കുകയാണ്. അത്ര സുന്ദരമായിട്ട് പ്രകൃതി ഇങ്ങനെ വിലസി നിൽക്കുകയാണ്. മധുരവാചാവപ്പുറത്തിൻ്റെ തൊണ്ടിൽ ചിതറിന മധുഭാഷ്പം മുല്ലക്കേഴിൻ്റെ തൊണ്ടിൽ ഹസതി കുസുമഹാസൈരൊന്നിലേതാദൃശമാം വിരകിണമിടയിട്ടേ നൂനമച്ചി സുതായാഹ. മധുവന്റെ മധുരമായ വാക്കുകളിൽ കൂടിയിട്ട് മുല്ലവള്ളി ഒരിടത്ത് ഇങ്ങനെ ചുണ്ടുകൂട്ടുന്നു. ചുണ്ടൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കുമ്പം ആ ഓരോ രീതിയിലുള്ള ഭാവം കാണിക്കത്തില്ലേ. മറ്റൊരിടത്ത് ചിതറിയ തേനിന്റെ ബാഷ്പത്തോടു കൂടി മറ്റൊരിടത്ത് മുല്ലവള്ളി ഇങ്ങനെ കരയുന്നു. കേഴിന്റെ തൊണ്ടിൽ എന്നാണ് പറഞ്ഞത്. വേറൊരിടത്ത് മുല്ലവള്ളി എന്ത് ചെയ്യുന്നു? പൂക്കൾ വിരിയുന്ന ആ ഒരു ഹാസത്തിലൂടെ, സന്ധ്യാസമയത്ത് മുല്ലവള്ളിയൊക്കെ വിരിയുന്ന, മുല്ലപ്പൂവൊക്കെ വിരിയുന്ന സന്ധ്യാസമയത്തുണ്ടല്ലോ, ആ കുസുമഹാസത്തിലൂടെ മന്ദഹസിക്കുന്നു. വിരഹിയായി എന്നോടും ആരാണ് ചെറിയച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്ന് അദ്ദേഹം ഓർക്കുകയാണ്. അതുപോലെ മാത്രമല്ല, ഇവിടെ നമുക്ക് മറ്റൊന്നും കൂടി കൽപ്പിക്കാം. ഈ പൂക്കൾ വിരിയുമ്പോഴുണ്ടാകുന്ന ആ സുഗന്ധം, അതും കാമുകന്റെ അപ്പോഴത്തെ ആ ഒരു വികാരത്തിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിരഹദുഃഖത്തെയും അദ്ദേഹത്തിന്റെ കാമത്തെയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുദയപുരേ ചെന്റെ അച്ചിപുത്രി മണേ ഞാൻ കുജകളഭം അഴിച്ച ഞോമൽ വക്രം ചുചുംബ ഇതമനുചിതമന്തി തെണ്ടൽ ചെയ്കിൻ്റതിഥം വദതി പരിമളോമേ വണ്ടിനത്തിൻവചോഭിഹി. അച്ചിപുത്രി മണിയുടെ കുജങ്ങളിലെ കളഭം അഴിച്ച് ഹൃദ്യമായ വക്രത്തെ ചുംബിച്ച്, മനോഹരമായ മുഖത്തെ ചുംബിച്ചിട്ട് ഇങ്ങനെ ചെയ്തത് അനുചിതമായി പോയി എന്ന് വണ്ടിൻ വാക്കുകളിൽ കൂടി പരിമളമുള്ള അന്തിത്തെന്നൽ പറയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നായികയുടെ സമീപത്തോട്ട് ചെല്ലുകയാണ്. ഉദയപുരത്താണ് സഖി താമസിക്കുന്നത്. അവിടെ ചെന്നിട്ട് നായികയുടെ മനോഹരമായ മുഖത്തൊന്ന് ചുംബിക്കണം, അല്ലെ? ഒന്ന് ചുംബിക്കുവാൻ നായകൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എന്നാലാവട്ടെ പൂക്കളുടെ പരിമളം കവരുന്ന വണ്ടിനെ പോലെ തന്ത്രത്തിൽ സംസാരിച്ചിട്ട് ഒന്ന് പറന്നു പോകുവാൻ ഞാൻ ആളല്ല. ജലധി വീജി കൈത്തലം കൊണ്ട് തട്ടിത്തരള ശശിമണിപ്പന്തൊക്ഷി പന്തി വസന്ധ്യ വിലുളിതമിരുളെന്നും കൂന്തൽ വന്നിട്ടു താരാശ്രമജലവും മണിഞ്ഞാളച്ചിതൻ നന്ദിനീവ. സമുദ്രജലമാകുന്ന കൈത്തലം കൊണ്ട് ചന്ദ്രബിംബമാകുന്ന ആ ഒരു മണിപ്പന്തിനെ തട്ടി മേൽപോട്ടെറിഞ്ഞിട്ട് ഇരുളാകുന്ന മുടി അഴിച്ചിട്ട് നക്ഷത്രങ്ങളാകുന്ന വിയർപ്പ് കണങ്ങൾ ശ്വേതജലവും തൂക്കി നിൽക്കുന്ന സന്ധ്യ, അച്ചി സുധയെ പോലെ ആ സന്ധ്യ അങ്ങനെ ശ്വേതകണങ്ങൾ അഴിഞ്ഞ് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. മനസ്സിലായി? എത്ര മനോഹരമായിട്ടുള്ള കൽപ്പനകളാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. നക്ഷത്രങ്ങളെയാണ് ഇവിടെ വിയർപ്പ് തുള്ളികളായിട്ട് പറഞ്ഞത്. ഇവിടെ ഇരുളിനെയാണ് മുടിയായിട്ട്, അത് അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന മുടിയായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ അച്ചി സുധയെ പോലെ നിന്നു എന്നാണ് പറയുന്നത്. പന്തടിച്ച് കളിച്ചൊക്കെ ക്ഷീണിക്കുമ്പോൾ നമ്മുടെ മുടികെട്ടൊക്കെ അഴിഞ്ഞു പോകും. കളിച്ചതിന്റെ ആ ഒരു ക്ഷീണം, വിയർപ്പ് കണങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയാണ് ഇവിടെ കവി പറയുന്നത്. കുറുളയുള്ളർ പറഞ്ഞാർ ചാലവും കോപതാമ്രം മുഖമിതി ഹൃദമൗനം നൂനമച്ചി സുതായാഹ ഝടിതി തൊഴുത് വീഴ്വോം തോഴരെ ഹന്ത കുഴ്ത്തേൻ ശിവ ശിവ നവസന്ധ്യാ പാടലം ചന്ദ്രബിംബം. അധികം കോപം കൊണ്ട് ചുവന്ന അച്ചി സുധയുടെ, അതായത് ചെറിയച്ചിയുടെ മുഖമാണ് ഇതെന്ന് ആരാണ് വ്യാജം പറഞ്ഞത്? കൂട്ടുകാരനോട് പറയണം, അല്ലയോ സുഹൃത്തെ, ഇത് സന്ധ്യാസമയത്തെ ചുവപ്പ് നിറമാണ്, അല്ലെ? അതുകൊണ്ട് ആ നവസന്ധ്യാ പാടലമായ ആ ചന്ദ്രബിംബമാണ്. ആ ചന്ദ്രബിംബത്തിന്റെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കാമെന്നാണ് പറയുന്നത്. അല്ലാതെ ചന്ദ്രബിംബം കണ്ടിട്ട് എന്താണ് ഇത് അതികോപം കൊണ്ട് കലർന്ന കോപത്താൽ നിൽക്കുന്ന ചെറിയച്ചിയുടെ മുഖമാണ് എന്ന് പറയുന്നത് കള്ളമാണ്. അതാരാ പറഞ്ഞത്? കോപത്താൽ നിൽക്കുന്ന ചെറിയച്ചിയുടെ മുഖമാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഇതല്ല, മറ്റെന്താണ് ഈ പറയുന്നത്? മറ്റെന്താണ്? പുതുതായ സന്ധ്യാപാടലമായ ചന്ദ്രബിംബമാണ്. നമുക്ക് അത് ആ ചുവന്ന് തുടർന്ന് നിൽക്കുന്ന ആ ചന്ദ്രബിംബത്തെ നമുക്ക് നമസ്കരിക്കാം എന്ന് ഇവിടെ പറയാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും ശ്ലോകങ്ങൾ കൊണ്ട് നിർത്താം. ബാക്കി അല്പം ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.